ശല്യമാണല്ലോ. ഹലോ പെങ്ങളെ പോട്ടെ. ഹലോ 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 കുട്ടാ പറ. ചീഫ് കമാൻഡർ പറ. ഓക്കെ, ഞാൻ വിളിച്ചത് ജർമ്മൻ കണ്ണാപ്പി അല്ലേ ബ്രോ? ബ്രോ നിങ്ങളുടെ ഫണ്ട് എന്തോ ഗ്യാങ് ഫണ്ടാണോ അതോ? ബ്രോ ഗ്യാങ് ഫണ്ട് കൊടുക്കാനായിട്ടാ, മനസ്സിലായോ എനിക്ക്? അപ്പം ഈ എന്റെ വൈറ്റ് മണിയാണ് ഇരിക്കുന്നത്, ട്രക്ക് ഓടിച്ചിട്ടുള്ള. അപ്പൊ അതൊന്ന് ബ്ലാക്ക് ആക്കി തന്നാ മതി. ഓക്കെ, അതുണ്ട്. നമ്മുടെ റേഷ്യോ 70:3 70:30 ആണ്. 30% കമ്മീഷൻ. അല്ല എന്ന് വെച്ചാ പറ, പൈസ വെച്ച് പറ. എനിക്ക് വിദ്യാഭ്യാസം അത്ര. ഓക്കെ, 1 കോടി ഇത് തരുവാന്നേല് 70 ലക്ഷം നിങ്ങൾക്ക് കിട്ടും, 30 ലക്ഷം കമ്മീഷനായിട്ട് എടുക്കും. 70 കോടി എന്തുവാ? 1 കോടി പൈസ തരുവാന്നേല് 70 ലക്ഷം കമ്മീഷനായിട്ട് നിങ്ങൾക്ക് കിട്ടും, 30 ലക്ഷം ഞങ്ങളുടെ കമ്മീഷനായിട്ട് എടുക്കും. അപ്പം ഞാൻ എത്ര ചോദിക്കുന്നുള്ളു? 1 കോടി വൈറ്റ് മണി ഞാൻ എത്ര ബ്ലാക്ക് മണി കിട്ടും? ഈ റേഷ്യോ, ആസ് പെർ ദ റേഷ്യോ. അതെങ്ങനെ പറയണ്ട? അത് എത്ര കിട്ടുമെന്ന് പറ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. അപ്പൊ ഞാൻ എത്ര, ഓക്കെ ഞാനത് പറയാം. അപ്പൊ ബ്രോയുടെ ഇപ്പൊ എത്ര രൂപയുണ്ടെന്നും നാളെ പക്ഷെ കിട്ടത്തുള്ളൂ, അതുകൊണ്ട് എനിക്കൊരു അപ്പോയിന്റ്മെന്റ് വേണം, അതുകൊണ്ടാണ്. നാളെ കിട്ടിയാ മതി. ഞാൻ പറയട്ടെ, ഇപ്പം 1 കോടി വൈറ്റ് മണി ഞാൻ തന്നു കഴിഞ്ഞാൽ 70 lakhs ബ്ലാക്ക് മണിയോ? യെസ്. ഞാൻ ഒരു കാണട്ടെ, നിങ്ങൾ മിസ്റ്റർ എക്സ് അല്ലേ? ഇത്രയും ഗ്യാങ്ങിന്റെ ഇതൊക്കെ കിട്ടുന്നതല്ലേ? നിങ്ങൾ ഇങ്ങനെ ആൾക്കാരെ അറുത്താൽ എങ്ങനെയാ? ഞങ്ങളൊരു ബിസിനസ് ടീമാണ് ബ്രോ, ഞങ്ങൾക്ക് ക്യാഷ് മാത്രം. ഇതിപ്പോ നിങ്ങൾ ലാഭം മാത്രം പ്രതീക്ഷിക്കുന്ന ബിസിനസ്സാ, നഷ്ടം പ്രതീക്ഷിക്കുകയാണ് ബിസിനസ് ചെയ്യുന്നത്? ഓക്കെ ബ്രോ, അപ്പം ബ്രോ ഇതൊന്ന് നോക്കുക, എന്നിട്ട് ഒന്ന് വിളിച്ചു പറയാമെങ്കിൽ നമ്മൾ ഇത് അറിയാലോ, സിറ്റിസൺസിന് ആരും ഇത് അറിയത്തില്ല. അപ്പം നമ്മൾ അതിന്റെ രീതിയിലാണ് ഡീലിംഗ് എല്ലാം നടത്തുന്നത്. അപ്പം കെയർഫുൾ ആയിരിക്കണം കേട്ടോ. അപ്പം അത് എത്ര ഓക്കെ, ഞാൻ ഇവിടുന്ന് മാഡത്തെ കൊണ്ട് വിളിപ്പിക്കാം. മാഡോട് സംസാരിക്കും. ഓക്കെ, അതെ നടക്കും. കാത്തിരുന്ന് എന്റെ ഭാര്യ പ്രസവിച്ച് എനിക്കൊരു കൊച്ചായി. ശരി, അച്ഛനായോടാ തന്തയായല്ലോടാ? എത്ര നേരം വെയിറ്റ് ചെയ്യോടെ? അയ്യോ, ഞാൻ ഇവിടെ ഇമെയിലാണ് ഇടി. എന്താ ഞാൻ ഇമെയിൽ ഇടി പോകുന്നില്ലല്ലോ? അത് ഞാൻ ഇമെയിൽ പോയി ഇടി ഒന്ന് കണക്ക് പറഞ്ഞ ഞാനൊരു ലോറി എടുത്ത്. ഈ സിറ്റിയിലെ എല്ലാ പൂർവന്മാരും ലോറി എടുത്തു. നിന്റെ പൂജയൊക്കെ ഉണ്ട്. പൂജ നല്ലൊരു സംരംഭം അല്ലടാ. എന്താ പുതിയ കൊച്ചാണോ സിറ്റിയിലെ? ലോറി, പുതിയ ജീവിതം. എന്താ പൂജ? ലോറി ആൻഡ് ട്രാവൽസ്. പുതിയ പൂജ എവിടെ പരിചയപ്പെടട്ടെ? പക്ഷെ അതല്ല, വണ്ടിക്ക് പൂജ. ആര്യ ബസ് കളിക്കാനൊക്കെ വിളിക്കും, പോലെ ചാറ്റിന്ന് പോലെ. ഫേക്ക് ഐഡിയാണ്, മാമനാണോ ചെയ്തോ? ബസ് കളിക്കാനൊക്കെ വിളിക്കും, പോരുത്. എടാ സുനി, ഞാൻ മിസ്റ്റർ എക്സിനെ വിളിച്ചൊരു ഡീല് സെറ്റ് ചെയ്തേ, അവൻ കള്ളൻ. ഒരു 10 കോടി മറിക്കാൻ കാണുമോ? എടാ 10 കോടി മറിക്കാനുണ്ടോടാ? ഞാൻ പണിയെടുത്ത് തരാം, അത്യാവശ്യമായിരുന്നു. എന്നാ ബ്ലാക്ക് ഉണ്ടോ? ബ്ലാക്ക് എന്നാ പിന്നെ നീ എന്തിനാ ഇതിനൊക്കെ റെസ്പോണ്ട് ചെയ്തിരിക്കുന്നു? ഇല്ലെന്നങ്ങ് പറഞ്ഞ പോരെ? ഇല്ലടാ, പക്ഷെ ഞാൻ റെസ്പോണ്ട് നീ സഹായിച്ചപ്പോ ശ്രമിച്ചെന്നെങ്കിലും പറയാലോ. ഹലോ ഇസ്മാനെടാ. ഇതെന്തരിത്? എല്ലാരും ഉണ്ടല്ലോ. ഇല്ല, ഞാൻ മറ്റേ ബ്ലാക്ക് മണി ഡീലേഴ്സിന്റെ പേര്. എടാ നിങ്ങളെ ബ്ലാക്ക് മണി ഉണ്ടോ? എന്റെ വൈറ്റ് ഉണ്ടായിരുന്നു, കൺവേർട്ട് ആക്കോ? അതെങ്ങനെ? ഉണ്ടോ സാധനം ഉണ്ടോ? 8 കോടി ഉണ്ട്. 8 കോടി ഉണ്ടാ?
അത് കഴിഞ്ഞിട്ട് മതിയെങ്കിൽ പോയിട്ട് വരാം. അല്ല 8 കോടി എവിടെ ഇരിക്കുന്നേ? ഗാരേജില് പെട്ടെന്ന് പോയി എടുക്കാം, നമുക്ക് അർജന്റ് ആയിരുന്നു. 8 കോടിക്ക് 10 കോടി വെയിറ്റ് ആണേ. എന്താടാ ഞാൻ ഇറങ്ങുന്നത്? എന്നെ ഇവിടെ ഇറക്കിയേ, എന്നെ ഇറക്കിയേ എന്താടാ? എന്താ കഴുത്തിറത്ത പൈസ മേടിക്കുന്ന നീ? മറ്റേ പിന്നെ എത്ര വരും? 8 കോടിക്ക് 8 കിട്ടുമോ? 8 കോടിക്ക് 8 ഒന്നും കിട്ടൂല ഇവിടെ. 1 കോടി വൈറ്റിന് വാല്യൂ 1 കോടി വൈറ്റിന് അല്ല 30 ലക്ഷം വൈറ്റിന് 1 കോടി ബ്ലാക്ക് ഇവിടെ കൊടുക്കുന്നത്. 8 കോടി ബ്ലാക്കിന് ഞാൻ പറയാം ഇതാണ് കണക്ക്. 30 ലക്ഷം കണ്ണാപ്പി ഞാൻ പറയട്ടെ, 1 കോടി നീ 1 കോടി വൈറ്റ് ചെയ്യണമെങ്കിൽ അത് നിനക്ക് അല്ല നീ 70 ലക്ഷം. എടാ ഞാൻ പറഞ്ഞുതരാം എടാ. 30 ലക്ഷം വൈറ്റിന് 30 ലക്ഷം വൈറ്റ് മണിക്ക് 1 കോടി ബ്ലാക്ക് മണി കിട്ടും ഇവിടെ. ബ്ലേസ് ഉണ്ട്. ഞാൻ നിങ്ങളൊക്കെ ഏത് സിറ്റിയിൽ ഇരിക്കുന്നേ? അങ്ങനാണ്. എടാ എനിക്ക് അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നേന്ന് എല്ലാരും അങ്ങനെ വിളിച്ചേ. ഇപ്പൊ കണ്ണാപ്പി എനിക്ക് ഒരു 70 ലക്ഷം വൈറ്റ് വരുവാണെങ്കിൽ ഞാൻ കണ്ണാപ്പിക്ക് 1 കോടി ബ്ലാക്ക് കയറണം. അങ്ങനെയാണ് ഇത്. ആണല്ലേ? അപ്പൊ 70 × 8 അല്ലേ? 70 × 8 നോക്കണം. 5 കോടി 60 ലക്ഷം തന്നു കഴിഞ്ഞാൽ 8 കോടി കിട്ടും അല്ലേ? കിട്ടും. ഈ പൈസ റെഡി ഇല്ലായിരുന്നു, EMI ആയിരുന്നു. EMI ഇല്ല, എനിക്ക് ഗാങ് ഫണ്ട് കൊടുക്കാനില്ല. എടാ മുടിഞ്ഞോണേ, മുടിഞ്ഞോണേ പൈസ കൈ വെച്ചിട്ടിരിക്കുന്ന വിലവേശമാര്. ഇല്ല സീനില്ല. എനിക്ക് വേറൊരു ഡീല് കിട്ടിയിട്ടുണ്ട്. എനിക്കിപ്പോ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ 5 കോടി ബ്ലാക്കിന് 10 കോടി വൈറ്റ്. നീ പോയിട്ടാ, നമുക്കൊരു വാറുണ്ട്, പോയിട്ട് അല്ലല്ല 5 കോടി വൈറ്റിന് 10 കോടി ബ്ലാക്ക്. അഴകിയ സ്റ്റൈലേ. എടാ സുനിമോനെ, എടാ രാണ കരട്ടി തരാണ, പൈസ മറിക്കാനുണ്ടോ? ഞാൻ തരാ രാണ. പൈസ മറിക്കാനുണ്ടോ? 10 കോടിയല്ല അണ്ണാ, ഞാൻ എന്തായാലും തരുവാണ് ഉറപ്പ്. 10 കോടി എന്ന് പറയുമ്പോ നീ എന്തിനു പറയണ? നീ 10 കോടിയൊക്കെ ചുമ്മാ 2 ദിവസം കൊണ്ട് തരാണ ഞാൻ. അയ്യോ 10 കോടി 2 പറ്റൂല. അതെന്നെ ബ്ലാക്ക് ആയിരുന്നു ഞാൻ പിന്നെയും തന്നേനെ, പക്ഷെ വൈറ്റ് ഇല്ല. സോറി. എന്നാ ബ്ലാക്ക് മതി. നിനക്കെന്തിന് 10 കോടി ബ്ലാക്ക് ഇപ്പൊ ആവശ്യം? പറ. ഗ്യാങ് ഫണ്ട് തരാൻ. അതിനാണോ നീ എന്റെ അടുത്ത് ചോദിക്കണേ? പോയി രാണ പണിയെടുക്ക രാണ. ഞാൻ കടവാട്ടി വെച്ചതാ. കാരണം എനിക്ക് 60 ലക്ഷം ഈ ഇത്രയും ദിവസം കൊണ്ട് 60 ലക്ഷം പാടാണ്. എത്തൂല 60 ലക്ഷം. 5 ദിവസം കൊണ്ട് 60 ലക്ഷം എത്തൂല. എന്നാ ഞാൻ 24 മണിക്കൂർ ഇരുന്നിട്ട് എനിക്ക് പറ്റുന്നില്ല 60 ലക്ഷം. ഞാൻ നോക്കട്ടെ, ഞാൻ വേറെ എവിടെ സെറ്റ് ചെയ്യാം. 24 മണിക്കൂറിന്റെ 60 ലക്ഷം ഇല്ലെന്നോ? ഒരു ദിവസം കൊണ്ട് എന്തായാലും 10 കോടി. സുനിമോനെ 24 ലക്ഷത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്യണോടാ? 24 മണി അങ്ങനെ 24 മണിക്കൂർ എനിക്ക് കഴിക്കണ്ടേ? എന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അതിലൊരു കൂടിപ്പോയൊരു 10. ഞാൻ പറയാം ഇപ്പൊ ഈ ലാസ്റ്റ് ഒരു 4 ദിവസം കൊണ്ട്, 4 അല്ല 5, 6, 7, ഇന്ന് 8-ാം തീയതി അല്ലേ? ഈ 4 ദിവസം കൊണ്ട് ഞാൻ ഇന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഇരിക്കാൻ. ബാക്കി 3 ദിവസം ഞാൻ ഇരുന്നത് ഏകദേശം 10 മണിക്കൂർ അടുപ്പിച്ചിരുന്നിട്ടുണ്ട്. ഞാൻ 42 കോടിന്ന് 7 മണിക്കൂർ ഇരുന്നിട്ടാണ് ബാക്കി 6 കോടി ഉണ്ടാക്കിയത്. 6 കോടി 8 കോടി. പക്ഷെ ഞാനാണ് ഇത്ര 4 ദിവസം 10 മണിക്കൂർ വെച്ചിരുന്നിട്ട് എനിക്ക് ഏകദേശം കേറിയേക്കുന്ന ഇപ്പം 28 കോടി 28 അല്ല 30 കോടി. ഇനി 30 കോടിയും കൂടെ ഉണ്ടാക്കണോടാ. 4 ദിവസം എടുത്തിട്ടാണ് ഞാൻ 30 കോടി ഉണ്ടാക്കിയത്. ഇനി 2 ദിവസം കൂടെ ഉള്ള സമയം.